ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 225 പ്ലസ് 335 പ്ലസ് 412 പ്ലസ് 22.5. കണ്ടല്ലോ എത്രയാണ് ഉത്തരമെന്ന് എനിക്ക് മൊബൈൽ ഫോൺ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ ഏത് ഭാഷയിൽ വേണമെങ്കിലും ശബ്ദം കൊണ്ട് കണക്ക് കൂട്ടാൻ സഹായിക്കുന്ന 2 ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷനിൽ മാത്രമേ മലയാളമുള്ളൂ, രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ മലയാളമില്ല, ഇംഗ്ലീഷ് മാത്രമാണ് സപ്പോർട്ട്. അപ്പോൾ 2 ആപ്ലിക്കേഷനിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ കാൽക്കുലേറ്റർ ലിങ്ക് 1, കാൽക്കുലേറ്റർ ലിങ്ക് 2 എന്ന 2 ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഏത് കാൽക്കുലേറ്ററാണ് ഞാൻ കാണിച്ചു തരുമ്പോൾ ഇഷ്ടപ്പെടുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നിങ്ങൾ ആദ്യത്തെ ലിങ്കിൽ നിന്നാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതെങ്കിൽ മലയാളം സപ്പോർട്ടുള്ള ഇതുപോലൊരു ആപ്ലിക്കേഷനാണ് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം മൈക്രോഫോൺ ആക്സസ് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഇവിടെ ഒരു മൈക്കിൻ്റെ ചിഹ്നം കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മൈക്രോഫോൺ ആക്സസ് ഇതുപോലെ വരും. നിങ്ങൾ അലോ കൊടുക്കുക. ഇനി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മലയാളം സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ സ്ക്രീൻ ഉണ്ടല്ലോ, അത് ഇടതുഭാഗത്ത് നിന്ന് വലത്തേക്ക് ഇതുപോലെ നീക്കി കൊടുത്താൽ റെക്കഗ്നേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഏരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് മലയാളം കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ മലയാളം ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ക് കൂട്ടാനോ കിഴിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ മൈക്രോഫോണിൻ്റെ ചിഹ്നത്തിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാനോ കിഴിക്കാനോ ഉള്ള കാര്യം ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 436 പ്ലസ് 355 പ്ലസ് 11.5. നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞ കണക്ക് വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കൂട്ടുക ഗുണിക്കുക എന്നൊന്നും മലയാളത്തിൽ പറയാൻ പാടില്ല. നമ്പർ മാത്രമേ മലയാളത്തിൽ പറയാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ പ്ലസ് മൈനസ് അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. കൂട്ടുകയും കുറയ്ക്കുകയും ഗുണിക്കുകയും എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ മലയാളം സപ്പോർട്ടുള്ള ഈ കാൽക്കുലേറ്ററിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്കുകൾ പറയുമ്പോൾ തന്നെ അത് ലൈവായിട്ട് മുകളിൽ എഴുതി കാണിക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എത്രയാണ് ആൻസർ എന്നാണ് എഴുതി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇൻട്രോയിൽ കാണിച്ചതുപോലെ തത്സമയം സ്ക്രീനിൽ നമ്മൾ പറയുന്ന ഉടനെ തന്നെ അത് സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ആൻസർ ഇംഗ്ലീഷിൽ പറയുകയും ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്. പക്ഷേ രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ മലയാളം സപ്പോർട്ടല്ല. എങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ അതും വളരെ മികച്ചൊരു കാൽക്കുലേറ്ററാണ്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കാൽക്കുലേറ്റർ കൂടി കാണിച്ചു തരാം. ഇത് രണ്ടാമത്തെ കാൽക്കുലേറ്ററാണ്. ഇവിടെ നിങ്ങൾക്കൊരു മൈക്രോഫോണിൻ്റെ ചിഹ്നം കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആദ്യ തവണ പെർമിഷൻ ചോദിക്കും. പെർമിഷൻ അലോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിന് കീപാഡ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്ക് കൂട്ടും. പിന്നെ ഇംഗ്ലീഷിലാണ് പറയേണ്ടത്, അതായത് 225 അല്ലെങ്കിൽ 225. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറ്റുക, അങ്ങനെ പറഞ്ഞിട്ട് പ്ലസ്സോ മൈനസോ അല്ല ഏത് തരത്തിലാണ് കണക്ക് കൂട്ടേണ്ടത് അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ തന്നെ തത്സമയം അത് ഇതുപോലെ മുകളിൽ എഴുതി കാണിക്കും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. കൃത്യമായിട്ട് ഉത്തരം ഇത് ഇംഗ്ലീഷിൽ പറയുകയും ചെയ്യും. 299 പ്ലസ് 392 പ്ലസ് 499 പ്ലസ് 899 പ്ലസ് 899 പ്ലസ്. The result is 2908. ഓക്കെ, അപ്പോൾ 2 ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.